അമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, വ്യാപാരി സുഹൃത്തുക്കളെ, തൊഴിലാളി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നമുക്കെല്ലാം വലിയ ഭാഗ്യമുള്ള ഒരു ദിവസമാണ് ഇന്ന്. UDFന്റെ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഭാഗമായി ഏറ്റവും അഭിമാനിക്കാവുന്ന കോൺഗ്രസിന്റെ ഏറ്റവും ശക്തമായിട്ടുള്ള മുഖം, കോൺഗ്രസിന്റെ ഏറ്റവും നിലപാടുകളുള്ള യുവമുഖം, കോൺഗ്രസിന്റെ ഏറ്റവും ഭാവിയിലുള്ള വാഗ്ദാനമായിട്ടുള്ള, നമുക്കെല്ലാം പ്രിയങ്കരനായിട്ടുള്ള, ഏറ്റവും മിടുക്കനായിട്ടുള്ള രാജസ്ഥാന്റെ മുൻ ഉപമുഖ്യമന്ത്രി പ്രിയങ്കരനായിട്ടുള്ള ശ്രീ സച്ചിൻ പൈലറ്റ് അരുവിക്കര നിയോജകമണ്ഡലത്തിൽ, അതും ഏറ്റവും കൂടുതൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന മതേതരത്വത്തിന്റെ മുഖമുള്ള, ഏറ്റവും കൂടുതൽ മതേതരത്വത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തപ്പെടിക്കുന്ന പൂവച്ചൽ ജംഗ്ഷൻ എത്തിച്ചേർന്നത് നമുക്ക് ഓരോ ആളുകൾക്കും ഭാഗ്യമുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹം ഇന്ന് ഇവിടത്തെ പ്രചരണം കഴിഞ്ഞ് ഇനി നെടുമങ്ങാട്ടേക്ക് പോവുകയാണ്. നിങ്ങൾ എല്ലാവരും ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ കൈപ്പറ്റി അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് മാത്രം ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്രയും നല്ലൊരു സ്വീകരണം. Good afternoon all of you. I'm here today to support and to ask for votes for the Congress party and for the UDF. On 6th of April, all of you will decide not just a new MLA for yourself, but a new government in Kerala. I'm fully confident the UDF will form the government on 6th of April. അദ്ദേഹം വന്നിട്ടുള്ളത് കേരളത്തിൽ UDFന്റെ ഒരു പുതിയ സർക്കാർ വരുവാനുള്ള എല്ലാ പരിശ്രമങ്ങളും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ വേണ്ടിയാണ്. അവർക്ക് ഉറപ്പാണ് ഏപ്രിൽ 6-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞ് മെയ് മാസം റിസൾട്ട് വരുമ്പോൾ കോൺഗ്രസ് തന്നെ ഭരിക്കുന്ന UDFന്റെ ഒരു ഗവൺമെന്റ് വരുവാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് പറയുന്നത്. The Congress party, all our office bearers, all our supporters, the Muslim League, its office bearers, young friends, please, let's fight together. The attack on the constitution, the attack on our lifestyles, the attack on our culture, identity is what some people in Delhi are doing. But this election, the only way we can actually look forward for new jobs, for the Nyaya program that the Congress party has announced, and for a better tomorrow for Kerala, is to vote for UDF, is to vote for Kerala, to vote for the people of Kerala. And this election is a victory for the election, for the people of Kerala, if you vote for the Congress. The LDF is about propaganda and marketing. The real work was done by the previous Congress government, and once you elect us, on 6th when you go for voting, 2nd of May, Kerala will see a UDF government. I'm fully confident of that. ഏറ്റവും കൂടുതൽ ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും UDFും എല്ലാവരും ഒരുമിച്ച് ശക്തമായി പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. BJPയുടെ എന്ന വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ ചെറുക്കുവാൻ വേണ്ടി ഒരുമിച്ച് നിന്നുകൊണ്ട് ഡൽഹിയിൽ നടക്കുന്ന കിരാതമായിട്ടുള്ള ഈ ഭരണത്തിനെയും നമ്മുടെ ഭരണഘടനാ മൂല്യങ്ങൾക്കെതിരെയും അതോടൊപ്പം നമ്മളുടെയൊക്കെ ജീവിത ശൈലികൾക്കെതിരെയുമുള്ള വലിയ ഒരു പ്രചരണം, വലിയ തരത്തിലുള്ള ഒരു നരഹത്യ നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ നമുക്ക് മാത്രമേ കഴിയുകയുള്ളൂ. ഇവിടെ LDF എന്ന് പറയുന്ന ആളുകൾ കഴിഞ്ഞ 5 വർഷമായി ഒന്നും ചെയ്തിട്ടില്ല. അവർ തെറ്റായിട്ടുള്ള കുപ്രചരണങ്ങളും നുണപ്രചരണങ്ങളും അതോടൊപ്പം തന്നെ PR വർക്കും മാർക്കറ്റിംഗും മാത്രമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യത്തിൽ കഴിഞ്ഞ വികസനങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് 2011 മുതൽ 16 വരെയുള്ള UDFന്റെ ഗവൺമെന്റിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്തരത്തിലുള്ള വികസനം നടക്കുന്ന ഒരു UDF ഗവൺമെന്റ് തിരികെ വരും. ഏപ്രിൽ 6-ാം തീയതി നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്ത് മെയ് 2-ാം തീയതി റിസൾട്ട് വരുമ്പോൾ ഒരു സംശയം വേണ്ട, നിസ്സംശയം പറയാം, കേരളം ഭരിക്കാൻ പോകുന്നത് UDF ആണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പിച്ചു തന്നെ പറയാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. The NDA and the BJP especially, the question is, Government of India is selling our airports, our ports, our railways, all of the PSUs are being sold off. The mismanagement of the economy is there for all of us to see. The LDF government is the government of scams, is the government of devious means. We have to vote this government out, and I'm asking you to support a young man whose family has been a strong Congress family, and this gentleman here, if you give him a blessing for the second time, I am sure not only will he work doubly hard for your constituency, but in the UDF government, when we have a government, he'll have an important role to play in that government. I can assure you of that. അദ്ദേഹം പറഞ്ഞത് ഇവിടെ NDA സർക്കാർ, BJP സർക്കാർ നമ്മുടെ നാടിനെയും നഗരത്തിനെയും മണ്ണിനെയും വിണ്ണിനെയും ഒക്കെ വിറ്റുകൊണ്ടു പോവുകയാണ്.
ലാഭമുണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ, റെയിൽവേസ്, എയർപോർട്ടുകൾ അടക്കം വിട്ടുതിരച്ചുകൊണ്ട് NDA സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അതേ സമാനമായിട്ടുള്ള അഴിമതികൾ നടത്തിക്കൊണ്ട്, തെറ്റുകൾ നടത്തിക്കൊണ്ട്, തെറ്റായിട്ടുള്ള ഏറ്റവും വൃത്തികെട്ട കാര്യങ്ങൾ നടത്തിക്കൊണ്ട് കേരളത്തിലെ LDF സർക്കാർ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഈ രണ്ട് സർക്കാരുകളെയും നമുക്ക് ഇവിടെ നിന്ന് പിൻവലിക്കേണ്ടേ, തൂത്തെറിയേണ്ട ഒരു ആവശ്യമുണ്ട്. ഇവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ പിതാവ്, അദ്ദേഹത്തിന്റെ കുടുംബം വളരെ ശക്തമായിട്ടുള്ള കോൺഗ്രസ് പാരമ്പര്യവും ഇവിടെ കാലങ്ങളായി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ്. അദ്ദേഹത്തിന് വീണ്ടും ഒരു അവസരം നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രദേശത്തുള്ള നല്ലവരായ നാട്ടുകാർക്കും കുടുംബ കോൺഗ്രസിന്റെ ഒരു അധികാരം വരുമ്പോൾ, ഒരു ഗവൺമെന്റ് വരുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അദ്ദേഹം പറയുന്നത്, കോൺഗ്രസിന്റെ ഒരു സർക്കാർ വരുമ്പോൾ, ഒരു ഗവൺമെന്റ് വരുമ്പോൾ ഇവിടുത്തെ നിങ്ങളുടെ ജനപ്രതിനിധിയായ ആൾക്ക് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, സുപ്രധാനമായിട്ടുള്ള അതിലൊരു പങ്ക് കാണും എന്നുകൂടി അദ്ദേഹം പറഞ്ഞു. Thank you. Before I leave, all of us who are going to support the Congress and this young man Shabri on the 6th, please raise your hands. So show me both your hands, all of you there, please raise your hands. Thank you. Jai Hind. അപ്പോൾ ഇവിടെ ലഭിച്ച ഊഷ്മളമായിട്ടുള്ള സ്വീകരണത്തിന് നന്ദി പറയുന്നു. എന്തായാലും ശ്രീ സച്ചിൻ പൈലറ്റ് ഇന്ന് പൂവച്ചലിൽ വന്നത് നമുക്ക് ഓരോ ആളുകൾക്കും അഭിമാനകരമായിട്ട്. വോട്ടുകൾ അഭ്യർത്ഥിച്ചത് ജാതിയുടെയും മതത്തിന്റെയും മർമ്മത്തിന്റെയും അർത്ഥത്തിന്റെയും വൈരാഗ്യങ്ങൾക്കപ്പുറത്ത് നമ്മൾ എന്നും ഒന്നാണെന്ന് പ്രഖ്യാപിച്ച് മുന്നേറാമെന്ന പ്രഖ്യാപനവുമായി പ്രിയമുള്ളവരെ, സച്ചിൻ പൈലറ്റ് പ്രിയപ്പെട്ട ശ്രീ KS ശബരിനാഥനോടൊപ്പം പൂവച്ചലിന്റെ മതേതര ഭൂമിയിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്ഥാനാർത്ഥി പര്യടനം തുടർന്ന് നടക്കുകയാണ്. മനുഷ്യ സ്നേഹത്തിന്റെ മഹോദര മൂല്യങ്ങളെ ഒന്ന് പിടിച്ച മാനവ സ്നേഹത്തിന്റെ മഹോദരമായി വണ്ടി ഇങ്ങോട്ടാക്കാൻ പറയാം. നിന്റെ 100 MB ഉള്ളു കേട്ടോ. വണ്ടി കൊണ്ട് നെടുവങ്ങാടല്ലേ പോണ്ടേ? അല്ല, നെടുവങ്ങാട് നമ്മുടെ സ്ഥാനാർത്ഥി പരിഗണന